Hi students, midterm ITexam 10th Python ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന്റെ അകത്ത് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. Given is a Python program and the output trained output 1 when it is run. അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. ആ പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 1 ആണ്. അതിനുശേഷം നമ്മൾ ഔട്ട്പുട്ട് 2 ആക്കി മാറ്റുകയാണ് വേണ്ടത്. അതിന്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഔട്ട്പുട്ട് 1. എന്നിട്ട് ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിച്ച ശേഷം ഇതേ പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമെ മാറ്റി എഴുതുക. ഇത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി സേവ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ വിൻഡോയിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇതിൽ തന്നതുപോലെ തന്നെ തെറ്റൊന്നും കൂടാതെ ടൈപ്പ് ചെയ്യുക. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4i in range 4 എന്നുള്ളതാണ്. ആ 4 കഴിഞ്ഞിട്ടുള്ള കോളൻ നിർബന്ധമായിട്ടും കൊടുക്കണം. മറന്നു പോകാതെ നമ്മൾ ആ കോളൻ അവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആ കോളം കൊടുത്തിട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പം ഇത്രയും സ്പേസ് കഴിഞ്ഞിട്ടാണ് കഴ്സർ വരിക. അപ്പോൾ അത്ര തന്നെ ആ കഴ്സർ അവിടെ കൃത്യമായിട്ട് അവിടെ വന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് കമാൻഡ് ഫോർവേഡും റൈറ്റും ഈ ഒരു 4-നുള്ളിലുള്ള ലൂപ്പിൽ വർക്ക് ചെയ്യേണ്ട കമാൻഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഇത്രയും കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഫയലിൽ സേവാസോ യൂസ് ചെയ്യാം. സേവാസ് എന്നുള്ള ഓപ്ഷൻ ഞാൻ എടുക്കുകയാണ്. സേവാസിന് എടുക്കുന്നു. ഇതിൽ ഹോമിലാണുള്ളത്. അവിടെ നമ്മൾ ഈ സ്ക്രോൾ ബാർ മൂവ് ചെയ്യിക്കുമ്പോൾ ഇവിടെ നമുക്ക് എക്സാം 10 കാണാം. എക്സാം 10 ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഫയൽ നെയിം. അപ്പോൾ നമ്മളിപ്പം 10th C ഒരു റോൾ നമ്പർ 3 ആണെങ്കിൽ 3 എന്ന് കൊടുത്തു. അതിൻ്റെ കൂടെ അണ്ടർസ്കോർ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ നമ്പർ, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ഇപ്പോൾ ഇത് 3 ആയിരിക്കും വരിക. 3 എന്ന് കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. അപ്പോൾ സേവ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളോട് പറഞ്ഞതുപോലെ ഹോമിലെ എക്സാം 10 നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി സേവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഈ പറയുന്ന ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതൊന്ന് ഇവിടെയുള്ള റൺ യൂസ് ചെയ്തിട്ട് റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നിരിക്കുന്ന ഔട്ട്പുട്ട് 1 ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഔട്ട്പുട്ട് 2 നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം ഈ ഒരു ലൈനും കൂടി ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ ഇപ്പം 4 പ്രാവശ്യമാണ് ഈ ലൈൻ ഡ്രോ ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് എത്രയാണ്, 5 ലൈൻസ് വേണം. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ടത് എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 4 in range 4 എന്ന് കൊടുത്തതിന് പകരം നമ്മളിവിടെ കൊടുക്കേണ്ടത് 5 എന്നാണ്. അപ്പോൾ ഈ ഒരു 4 എന്നുള്ളിടത്ത് നമ്മൾ 5 ലൈൻസ് എന്ന് കൊടുക്കുക. അപ്പോൾ 5 ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കളർ മാറ്റണം. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്ലൂ കളറാണ്. അപ്പോൾ ഇവിടെ ഗ്രീൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ബ്ലൂ എന്ന് കൊടുക്കുക. ഇനി നമ്മളിത് വേറെയായിട്ട് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുന്നുണ്ട്. ഇനി നമ്മൾക്കൊന്ന് റൺ ക്ലിക്ക് ചെയ്യാം. അതിലുള്ള റൺ മൊഡ്യൂൾ എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഈ ചേഞ്ചസ് സേവ് ചെയ്യട്ടെ, ഓക്കെ എന്ന് കൊടുത്താൽ മാത്രം മതി. അല്ലാണ്ട് വേറെയായിട്ട് നമ്മൾ ആ ഫയൽ സേവ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ഔട്ട്പുട്ട് 2 ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.